കേരളത്തിലെ ഒരു പത്രവുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ ബെഞ്ചിലേക്ക് ഒരു കോർട്ടലക്ഷ്യ കേസ് പോകുന്നത് ആ കേസാണ്. അതിൽ കേസരിക്ക് 200 രൂപ പിഴയും 2 മാസം തടവും ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പ്രബോധകൻ അടച്ചുപൂട്ടിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവിട്ടു. 14 ലക്ഷം മാത്രമാണ് ഈ 4 വർഷക്കാലം നാട് മുഴുവൻ നടന്ന് പണം പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കേസരി തുടങ്ങിയ പ്രബോധകൻ പ്രവർത്തിച്ചത്. 1930 സെപ്റ്റംബർ 10 പത്രം ഇറങ്ങി അല്പനേരം കഴിയുമ്പോൾ, വൈകുന്നേരമാണ് ഇറങ്ങുക, പത്രം ഇറങ്ങിയ ആളുകൾ അത് വാങ്ങി നിൽക്കുന്ന സമയത്ത് പത്രം അടച്ചുപൂട്ടിക്കൊണ്ടുള്ള തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വന്നിരുന്നു. പക്ഷെ ഇങ്ങനൊരു ഉത്തരവ് വരുമെന്ന് കേസരി ഏതാണ്ട് മുൻകൂറായി കണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊല്ലത്ത് ഒരു പെരിനാട്ടുകാരൻ രാമകൃഷ്ണപിള്ള, നാരായണപിള്ള എന്ന് പറഞ്ഞ ഒരാൾ മുമ്പ് ഒരു പത്രത്തിന് ലൈസൻസ് അദ്ദേഹം വാങ്ങി വച്ചിരുന്നു. കേസരി എന്ന പേരിൽ പെരിനാട് നാരായണപിള്ള ശേഖരിച്ചിരുന്ന ലൈസൻസ് കേസരി വില കൊടുത്ത് വാങ്ങുകയും പിറ്റേ ആഴ്ച പിറ്റേ ലക്കം ഇറങ്ങുന്ന സമയത്ത് ബംഗാളി പത്രം എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് പത്രമായിട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ബംഗാളി അടച്ചുപൂട്ടിയതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് പത്രം അതേ കെട്ടിലും മട്ടിലും പ്രസിദ്ധീകരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ആനന്ദബസാർ പത്രിക വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിന് സമാനമായൊരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. പ്രബോധകനിലും അദ്ദേഹം കേസരി പത്രത്തിലും അദ്ദേഹം ഒരു പ്രസ്താവന കൊടുക്കുന്നുണ്ട്. ആ പ്രസ്താവനയും പ്രാധാന്യമുള്ളൊരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്ന കാര്യം അത് ഇന്നത്തെ പത്രജീവിതത്തെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ളതാണ്. ഞങ്ങൾ വാർത്താ വിതരണത്തെക്കാൾ അധികമായി കേസരി ശ്രദ്ധിക്കുന്നത് വാർത്താ വിമർശവും ആശയങ്ങളുടെയും വിശ്വസാഹിത്യ കലാദികളുടെയും നവീന ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും പ്രചരണവുമായിരിക്കും. വാർത്താ വിതരണമല്ല, വാർത്താ വിമർശനമാണ് പ്രധാനം എന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വാർത്താ വിതരണമാണ് വാസ്തവത്തിൽ പത്രം കൂടുതൽ പ്രചരിക്കാൻ നല്ലത്. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പഞ്ചായത്തിലെ വാർത്തയ്ക്ക് ഒരു എഡീഷനായിട്ട് വരുന്ന പത്രങ്ങളാണ്. അതുകൊണ്ട് വാർത്താ വിതരണമാണ് പത്രത്തിന് പ്രചരണത്തിന് നല്ലത്. പക്ഷേ പത്രത്തിൻ്റെ ദൗത്യ നിർവഹണത്തിന് നല്ലത്, ആവശ്യമായിട്ടുള്ളത് വാർത്താ വിമർശനമാണ്. ആ വാർത്താ വിമർശനത്തിലാണ് ഞങ്ങൾ ഉന്നുക. അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം സാഹിത്യത്തിനും കലയ്ക്കും സംസ്കാര വിചാരങ്ങൾക്കും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് 2 ആശയങ്ങൾ കേസരി ഈ ആമുഖ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും 930 മുതൽ കേസരി 35 വരെ, 35 ജൂൺ 26 വരെ അദ്ദേഹം കേസരി പത്രം നടത്തി. 3 പത്രങ്ങളും കൂടി ചേർത്ത് വെച്ചാൽ 9 വർഷത്തിൽ താഴെയായിരുന്നു കേസരിയുടെ പത്രാധിപ ജീവിതം. 1935 കേസരിയുടെ പത്രത്തെ മെരുക്കാനായിട്ട് സർ CP രാമസ്വാമി അയ്യർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായി വാങ്ങിയതല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ലൈസൻസിൽ പത്രം നടത്തുന്നവർ 1000 രൂപ കെട്ടിവെച്ച് പുതുതായി ലൈസൻസ് എടുക്കണം എന്നതായിരുന്നു അപ്പോഴത്തെ നിയമം. ആ ലൈസൻസ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കൽ എടുക്കണമെങ്കിൽ 2500 രൂപ കെട്ടിവെക്കണം. അപ്പോഴേക്കും കേസരി പത്രം വലിയ നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അതിനൊരു കാരണമുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, വിശദാംശങ്ങൾ, പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരവാദ ഭരണത്തെ തിരുവിതാംകൂറിൽ പിന്തുണച്ച ഒരേ ഒരു രാഷ്ട്രീയ പത്രം കേസരിയാണ്. ബാക്കി പത്രങ്ങളൊക്കെ പൊതുവെ മൗനം പാലിക്കുകയോ സൗമ്യമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. കേസരി നിർബാധം അതിനെ പിന്തുണച്ചു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് ശേഷം നിവർത്തന പ്രക്ഷോഭം വന്നു. സംയുക്ത രാഷ്ട്രീയ സഭ, തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളും ഈഴവരും ക്രിസ്ത്യാനികളും ചേർന്ന് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം തങ്ങൾക്ക് തൊഴിലുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും വേണമെന്നാവശ്യപ്പെടുന്ന സമരമുയർത്തുന്നതാണ് നിവർത്തന പ്രക്ഷോഭം. കേസരി ആ വാക്കുപയോഗിക്കുന്നില്ല. കേസരി പകരം ഉപയോഗിച്ചത് പൗരസമത്വ പ്രസ്ഥാനം എന്നാണ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിവർത്തനം എന്ന് പറയുന്നത് ഒരു സമരതന്ത്രമാണ്, വിട്ടുനിൽക്കലാണ്. അന്നത്തെ നിസ്സഹകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ സമരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രക്ഷോഭകർ നിവർത്തനം, അബ്സ്റ്റേറ്റ്, വിട്ടുനിൽക്കുക എന്നുള്ള പേര് അതിന് കൊടുത്തത്. കേസരി കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സമരതന്ത്രത്തെ അല്ല പേരാക്കേണ്ടത്. കേസരിക്ക് ഈ പേരുകളിൽ വലിയ ജാഗ്രതയുള്ള ആളായിരുന്നു. പേരിൻ്റെ ഭംഗിയൊന്നും മൂപ്പർക്ക് പ്രശ്നമില്ല.
ഇപ്പം കാൽപ്പനികത, നാളെ വിശദമായിട്ട് പറയാം. കാൽപ്പനികത എന്ന മനോഹരമായ ഒരു വാക്ക് റൊമാൻറ്റിസിസത്തിന് മലയാളത്തിലുണ്ടെങ്കിലും കേസരി ഉപയോഗിച്ചിരുന്നത് കാൽപ്പനികത എന്നല്ല, മനം നോക്കി പ്രസ്ഥാനം എന്നാണ്. അത് കേസരിയുടെ ഒരു പ്രത്യേക രീതി. അതിന് കാരണമൊക്കെ ഉണ്ട്, അതിൻ്റെ വിശദാംശം നാളെ പറയാം. എന്നതുപോലെ നിവർത്തനം എന്നത് കേസരി പറയുന്നത് അത് വിട്ടു നിൽക്കുക എന്നുള്ളൊരു സമരതന്ത്രമാണ്. വാസ്തവത്തിൽ ആ സമരം എന്ന് പറയുന്നത് പൗരസമത്വത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പൗരസമത്വ പ്രസ്ഥാനം എന്ന് അദ്ദേഹം അതിനെ പേരിട്ട് വിളിക്കുകയും നിവർത്തന പ്രക്ഷോഭത്തെ തിരുവിതാംകൂറിലെ സവർണ പത്രങ്ങളെല്ലാം എതിർത്ത സമയത്ത് കേസരി ആ സമരത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുകയും തൻ്റെ വായനക്കാരിൽ ഭൂരിപക്ഷവും സവർണ വിഭാഗത്തിൽപ്പെട്ട നായന്മാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നായർ സമുദായം ആ നിവർത്തന പ്രക്ഷോഭത്തോട് കൈക്കൊണ്ട നിലപാടുകളെ നിശിതമായിട്ട് പലയിടങ്ങളിലും വിമർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതോടെ കേസരിയുടെ പത്രത്തിന് വലിയ തോതിൽ വരിക്കാരില്ലാണ്ടായി. അതാണ് കേസരി പത്രത്തെ ക്രൈസിസിലാക്കിയ ഒരു പ്രധാന സംഭവം. അങ്ങനെ പത്രം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, കടലാസ് വാങ്ങാൻ കാശില്ല. ഇതിനിടയിൽ ഗവൺമെൻറ് 1000 രൂപ നികുതി ചുമത്തുന്നു. വീണ്ടും നികുതി ചുമത്തിയത് പൂട്ടിക്കാനുള്ള എല്ലാ ശ്രമവും രാമസ്വാമി അയ്യർ നടത്തും എന്നുകൂടി മനസ്സിലാക്കിയതോടെ കേസരി പത്രം നിർത്താനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. 2500 രൂപയ്ക്ക് അദ്ദേഹം ശാരദാ പ്രസ് പുതുപ്പള്ളി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചെടിച്ചട്ടി വരെ കേസരി വിറ്റിട്ടുണ്ട്. പത്രം നടത്താൻ വേണ്ടി ചെടിച്ചട്ടി വരെ വിൽക്കുന്നുണ്ട്. 3 തവണ വീട് മാറുന്നുണ്ട്. അവസാനം താമസിച്ചിരുന്നത് 10 രൂപ വാടകയ്ക്കുള്ള ഒരു വീടാണ്. ആ 10 രൂപ വാടകയ്ക്കുള്ള വീട്ടിലും താമസിക്കാൻ നിവൃത്തിയില്ലായിട്ടാണ് കേസരി ഒടുവിൽ പറവൂർക്ക് പോരുന്നത്. ശാരദാ പ്രസ് വിറ്റു കിട്ടിയ പണം കൊണ്ട് ശമ്പള കുടിശ്ശികയെല്ലാം കൊടുത്തു. ഉണ്ടായിരുന്ന കടമൊക്കെ വീട്ടി. അവസാനം ഡയറിയിൽ എഴുതിയിട്ടുള്ള ഒരു വാചകം, there is a balance of 50 rupees between me and starvation. എനിക്കും പട്ടിണിക്കും ഇടയിൽ ഇനി 50 രൂപ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഈ ശാരദാ പ്രസിൻ്റെ കേസരി പത്രത്തിൻ്റെ അവസാന വാക്യം. കേസരി പത്രം എന്താണ് ചെയ്തത്? 930-35 എന്ന് പറയുന്നത് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് തിരുവിതാംകൂർ ഇളകി മറിയുന്ന കാലമാണ്. ഇന്ത്യ ആകെ തന്നെ 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങൾ, ഉപ്പ് സത്യാഗ്രഹം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തിപ്പെടൽ, ഉത്തരവാദ ഭരണത്തിനായുള്ള സമരം, നിവർത്തന പ്രക്ഷോഭം, വൈക്കം ഗുരുവായൂർ ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ, ഇതെല്ലാം നടക്കുന്ന വളരെ പ്രക്ഷുബ്ധമായൊരു കാലം. ഈ കാലത്താണ് കേസരി അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യം കൊണ്ടു നടന്നത്. കേസരി എടുത്തൊരു നിലപാട്, ഇപ്പോൾ സ്വദേശാഭിമാനിയും കേസരിയും തമ്മിൽ ധീരസാഹസികമായ ഒരു തുടർച്ചയുണ്ടെങ്കിലും സ്വദേശാഭിമാനിയിൽ നിന്ന് കേസരിക്കുള്ള മൗലികമായൊരു വ്യത്യാസം, കേസരി എതിർത്തത് ദിവാനെയല്ല. കേസരി തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്, സമദർശിയുടെ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് നാട്ടുരാജ്യങ്ങളും രാജവാഴ്ചയും അവസാനിക്കണം എന്നാണ്. രാജവാഴ്ച അവസാനിച്ചേ കഴിയൂ, രാജാവാണ് പ്രശ്നം, ദിവാനല്ല എന്നത് കേസരിയുടെ ഒരു ഖണ്ഡിതമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് രാജാവിനോടും ദിവാനോടും സാമ്രാജ്യാധികാരത്തോടും കൊളോണിയൽ അധികാരത്തോടും ഒരുപോലെ കേസരി ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പൊ ശ്രീമൂലം തിരുനാൾ, രാജവാഴ്ചയ്ക്ക് ഇത്ര നിശിതമായി എതിർപ്പുണ്ടായിരുന്ന ഒരാളാണ് കേസരി. ശ്രീമൂലം തിരുനാൾ മരിച്ച് ശവദാഹത്തിന്റെ സമയത്ത് കേസരി അത് കാണാൻ പോയി. അപ്പൊ കേസരി സദസ്സ് എന്ന് പറഞ്ഞിട്ട് കേസരിയുടെ സുഹൃത്തുക്കളുടെ ഒരു സംഘമുണ്ട്. അത് നമ്മുടെ കെ എ ദാമോദരമേനോൻ, തകഴി ശിവശങ്കരപിള്ള, EV കൃഷ്ണപിള്ള, നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ അരവിന്ദൻ്റെ പിതാവ് MN ഗോവിന്ദൻ നായർ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉൾപ്പെട്ടതാണ് കേസരി സദസ്സ്. കേസരി പത്രാഫീസിൽ എല്ലാ ദിവസവും വന്നുകൂടിയിരുന്ന ആളുകൾ, ഒരു അനൗപചാരിക സംഘമാണത്. അപ്പോൾ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കേസരിയോട് അവർ ചോദിച്ചു, ഈ രാജവാഴ്ചയെ, രാജാവിനെ ഇത്രയധികം എതിർക്കുന്ന നിങ്ങൾ എന്തിനാണ് ശവദാഹം കാണാൻ പോയത്? അതിന് കേസരി പറഞ്ഞ മറുപടി, ഒരു ദിവാനെങ്കിലും ഒരു രാജാവെങ്കിലും കത്തിച്ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതായിരുന്നു കേസരിയുടെ ഒരു വാദം. അത് ശരിക്കും ഒന്ന് കാണണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ രാജവാഴ്ചയ്ക്കും സാമ്രാജ്യാധിപത്യത്തിനും ദിവാനും 5 ദിവാന്മാരോട് കേസരി ഏറ്റുമുട്ടുന്നുണ്ട്. VS സുബ്രഹ്മണ്യയ്യർ, പിന്നെ രാഘവയ്യ, ഹബീബുള്ള, വാട്സ്, ഏറ്റവും ഒടുവിൽ CP രാമസ്വാമി അയ്യർ. ഈ 9 കൊല്ലത്തിനിടയിൽ 5 ദിവാന്മാരോട് ഏറ്റുമുട്ടി 4 കേസിൽ പ്രതിയായി 3 തവണ ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് കേസരിയുടെ ജീവിതം. അവസാനം ഈ പറഞ്ഞതുപോലെ നൗ റിമൈൻസ് 50 rupees me and starvation എന്ന ഒരു ഫലശ്രുതിയിൽ കേസരിയുടെ
പത്രാധിപ ജീവിതം അവസാനിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഈ പൊസിഷൻസ് എടുത്തു. ഒന്ന്, സവർണതയ്ക്കെതിരെയും ജാതിക്കെതിരെയുമുള്ള ഖണ്ഡിതമായ നിലപാട് കേസരി എടുത്തു. വൈക്കം ഗുരുവായൂർ ശുചീന്ദ്രം സത്യാഗ്രഹങ്ങളെ സമ്പൂർണമായിട്ട് പിന്തുണച്ചു. പത്രമാരണ നിയമത്തിനെതിരെ തിരുവിതാംകൂറിലെ പത്രപ്രവർത്തകരെ സംഘടിപ്പിച്ച് ആദ്യമായിട്ട് വമ്പിച്ച ഒരു പ്രക്ഷോഭം നയിച്ചു. ഉത്തരവാദ സമരത്തെയും നിവർത്തന പ്രക്ഷോഭത്തെയും പിന്തുണച്ചു. സാർവദേശീയ വിജ്ഞാനത്തെ പത്രത്തിലൂടെ കേരളീയരുടെ ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ പത്രത്തെ ആക്ടിവിസത്തിൻ്റെ ഒരു സമരത്തിൻ്റെ മുഖമാക്കി മാറ്റുകയും തൻ്റെ കാലത്തെ രാഷ്ട്രീയ സമരങ്ങളെ പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്ന ഒരിടമായിട്ട് പത്രത്തെ മാറ്റുകയും ചെയ്ത ഒരാളായിരുന്നു കേസരി. ഒപ്പം തന്നെ അക്കാലത്ത് അദ്ദേഹം കുറച്ചൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പങ്കുചേരുന്നുണ്ട്. 1929 ഡിസംബർ 17 തിരുവിതാംകൂറിൽ ചേരുന്ന തിരുവിതാംകൂർ യൂത്ത് ലീഗിൻ്റെ സമ്മേളനം, പൊന്നറ ശ്രീധറും NC ശേഖറും ഒക്കെയുള്ള, പിന്നീട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് ലീഗായി തീരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗാണ് അനൗപചാരികമായിട്ടെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഒരു സംവിധാനം എന്ന് പലരും കരുതുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പൂർവ്വരൂപം എന്ന് വിളിക്കാവുന്ന തിരുവിതാംകൂർ യൂത്ത് ലീഗ് സമ്മേളനത്തിൽ അധ്യക്ഷനായി പ്രവർത്തിച്ചിരിക്കുന്നത് കേസരിയാണ്. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന സമയത്ത് കേസരിയെ പോയി ധാരാളമായിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആലപ്പുഴയിൽ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് ആവാനായിട്ട് അവരാദ്യം ആവശ്യപ്പെട്ടത് കേസരിയോടാണ്. പൊതു സമരങ്ങളിൽ, പൊതു സംഘടിത പ്രസ്ഥാനങ്ങളിൽ താൻ പങ്കുചേരുന്നതല്ല എന്ന കാഴ്ചപ്പാടാണ് കേസരിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ലേബർ യൂണിയൻ നിലവിൽ വരുന്നത്. ഇങ്ങനെ രാഷ്ട്രീയമായിട്ടും പത്രത്തെ തന്നെ ഒരു സമരമുഖമാക്കി മാറ്റിക്കൊണ്ടുമാണ് കേസരി അദ്ദേഹത്തിൻ്റെ പത്രാധിപ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. തിരിഞ്ഞു നോക്കിയാൽ കേസരി ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെയും അവസാനത്തെയും പേഴ്സണൽ എഡിറ്ററാണ് എന്ന് പറയാം. പത്രത്തിലെ താൻ കാണാത്ത ഒരു വാക്കോ താൻ അറിയാത്തൊരാശയമോ പത്രത്തിലൂടെ കടന്നു പോകാൻ ഇടം നൽകാത്ത പേഴ്സണൽ എഡിറ്റർമാരുടെ പട്ടികയിലാണ്. അതായത് മാഞ്ചസ്റ്റർ ഗാർഡിയൻ്റെ CP സ്കോട്ടിനെ പോലെയോ, അല്ലെങ്കിൽ യങ് ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയെ പോലെയോ, ലീഡറുടെ ടീം, അല്ലെങ്കിൽ നമ്മുടെ ബംഗാളിൽ നിന്ന് ഇറങ്ങിയിരുന്ന മോഡേൺ റിവ്യൂവിൻ്റെ രാമാനന്ദ ചാറ്റർജിയൊക്കെ പോലെയുള്ള ആളുകളെ പൊതുവെ പേഴ്സണൽ എഡിറ്റർമാർ എന്നൊരു വിഭാഗത്തിൽപ്പെടുത്തി പറയാറുണ്ട്. കാരണം അവരുടെ പത്രം പൂർണ്ണമായിട്ടും അവരല്ലാത്ത യാതൊന്നും അവരുടെ പത്രത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു പത്രാധിപരായിട്ടാണ് കേസരി സ്വന്തം പത്രം കൊണ്ടു നടന്നത് എന്നും വേണമെങ്കിൽ കാണാൻ പറ്റും. ഈ നിലയിൽ പ്രവർത്തിച്ച ഒരു കാലമാണ് കേസരിയുടെ പത്രാധിപത്യത്തിൻ്റേത്. പത്രാധിപത്യം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കടക്കുന്ന കാലമാണ്. 1936-39 വലിയ സാമ്പത്തിക പ്രതിസന്ധി. ആ കാലത്തെക്കുറിച്ച് കേസരിയുടെ പത്നി ഗൗരിയമ്മ പിൽക്കാലത്ത് കേസരിയെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കുന്നുണ്ട്. രാജീവ് വിജയരാഘവൻ സംവിധാനം ചെയ്ത കേസരിയുടെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി. ആ ഡോക്യുമെൻ്ററിയിൽ ഗൗരിയമ്മ പറയുന്നൊരു വാക്യം, അക്കാലത്ത് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് വീട്ടിൽ. അത് താൻ എഴുതിയ ലേഖനങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് സ്റ്റാമ്പ് വാങ്ങാൻ പൈസ ഇല്ലാണ്ടാവുമ്പോഴാണ് എന്നാണ്. ലേഖനങ്ങൾ എഴുതിയിട്ട് പത്രാഫീസിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പണമില്ല, സ്റ്റാമ്പ് വാങ്ങാൻ പൈസ ഇല്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കില്ല, ആ സമയത്ത് എല്ലാവരോടും ശുദ്ധിയെടുക്കും. അങ്ങനെയുള്ള സമയത്ത് എവിടെന്നെങ്കിലും പണം കണ്ടെത്തി സ്റ്റാമ്പ് വാങ്ങിക്കൊടുത്താൽ കേസരി ശാന്തനാവുകയും ചെയ്യും. അമ്മാതിരി ദാരിദ്ര്യത്തിലേക്ക് കേസരി എത്തുന്ന ഒരു കാലമാണ്. കേസരിക്ക് BL പരീക്ഷ പാസ്സായപ്പോൾ അവിടുത്തെ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അദ്ദേഹം ജോലി രാജിവെച്ചപ്പോൾ ഒരു സ്വർണ്ണ മെഡലൊക്കെ നൽകിയിരുന്നു. ആ മെഡല് അന്ന് വിറ്റ കാലം ആണത്. 15 രൂപയ്ക്ക് ആ മെഡലും അദ്ദേഹം വിറ്റു. ഈ കാലത്താണ് കേസരി ചിത്രകലാ പഠനങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെ പരമമായ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽപ്പെട്ടതോടെ 1943 കേസരി പറവൂരിലേക്ക് എത്തി. പറവൂരിൽ മാടവനപ്പറമ്പിൽ അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നു. പറവൂരിലെത്തിയതിന് ശേഷം ഈ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ സമയത്താണ് കേസരി പക്ഷേ സാഹിത്യ പഠനങ്ങളിൽ വലിയ തോതിൽ ഏർപ്പെട്ടത്. കടത്തുവഞ്ചിക്കും സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും നിമിഷത്തിനും അതുപോലെ ഒക്കെ വലിയ അവതാരികകൾ എഴുതി. അവതാരികകളൊക്കെ അക്കാലത്ത് വലിയ തോതിൽ പരിഹസിക്കപ്പെട്ടതാണ്. വീടിനേക്കാൾ വലിയ പഠിപ്പുര എന്നാണ് അവതാരികകൾ പരിഹസിക്കപ്പെട്ടത്. ഇപ്പോൾ കടത്തുവഞ്ചിക്ക് 84 പേജാണ് അവതാരിക, കവിത 64 പേജാണ്.
അതുപോലെ നിമിഷത്തിന് അവതാരിക 38 പേജാണ്, കവിത 30 പേജാണ്. കേസരിക്ക് അവതാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് പറയാനൊന്നുമല്ല, തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് കവിത എടുക്കുക, അതിനെ വിശദീകരിക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നാളെ പറയാം. എന്തായാലും അങ്ങനെ അവതാരിക ഒക്കെ എഴുതുകയും സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പരമദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്തു. സമ്പൂർണമായി പിൻവാങ്ങി കേസരി പത്രം നിർത്തിയപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനം, ഇനി രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയില്ല. അതുകൊണ്ട് 936 ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരുവിതാംകൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം സാഹിത്യ പ്രവർത്തനത്തിലേക്കും 40കൾക്ക് ശേഷം ഏതാണ്ട് പൂർണ്ണമായി അദ്ദേഹം ചരിത്രാന്വേഷണത്തിലേക്കും വഴിതിരിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ജീവിത രീതിയുടെ ഒരടയാളം 942-43 പറവൂർ വന്ന് പിന്നീട് അദ്ദേഹം 60ലാണ് കോട്ടയത്തേക്ക് പോകുന്നത്. 17 വർഷക്കാലം അദ്ദേഹം പറവൂരുണ്ടായിരുന്നു. മാടവനപ്പറമ്പ് എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ വീട്ടിൽ നിന്ന് കേസരി 17 കൊല്ലത്തിനിടയിൽ 3 തവണ മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. 3 തവണ. 949 അദ്ദേഹത്തിൻ്റെ ഷഷ്ടി പൂർത്തിക്ക് പറവൂർ ടൗണിൽ MP പോളിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം ചേർന്നു. അതിൽ പങ്കെടുക്കാൻ കേസരി പോയി. പറവൂർ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ വെച്ച് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തിരുവനന്തപുരം ആകാശവാണിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കേസരിയുമായിട്ട് നടത്തി. അതിൽ പങ്കെടുക്കാൻ പോയി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പല്ല് ഡോക്ടറെ കാണാനായിട്ട് പോയി. 3 തവണയല്ലാതെ കേസരി തൻ്റെ വീട്ടിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയത് പോലുമില്ല. അത്രമേൽ ഏകാന്തമായ ഉൾവലിഞ്ഞ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 49 മെയ് മാസത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാം ചേർന്ന് ഷഷ്ടി പൂർത്തിക്ക് ഒരു മംഗളപത്രം സമർപ്പിച്ചു. ആ മംഗളപത്രത്തിനുള്ള മറുപടിയിലാണ് കേസരി പറയുന്നത്, ഞാൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നില്ല. 120 വയസ്സെങ്കിലും വന്നാലാണ് ജീവിതത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അരിസ്റ്റോട്ടലിൻ്റെ അനുയായിയായ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അരിസ്റ്റോട്ടലിനോട് എനിക്ക് മതിപ്പാണ്, പക്ഷേ ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. പിന്നെ കേസരി അതിന് 2 കാരണങ്ങളുണ്ട്. എല്ലാറ്റിനെയും കേസരി ധൈഷണികമായിട്ടാണ് കാണുക. അതുകൊണ്ട് കേസരി പറയുന്നത് അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമാണ്, ഒന്ന് സൈദ്ധാന്തികമാണ്. വ്യക്തിപരമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ച സമയത്ത് തന്നെ ഒരു മാറാരോഗവുമായി ജനിച്ച ആളാണ് ഞാൻ. പിന്നീട് ജീവിതകാലത്ത് 2-3 മാറാരോഗങ്ങൾ എനിക്ക് കൂടെ കിട്ടി. ഒപ്പം തന്നെ മകളുടെ മരണം അടക്കമുള്ള മഹാദുഃഖങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ദീർഘകാല ജീവിതം എനിക്ക് വേദന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘകാല ജീവിതം ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, സമൂഹ പരിണാമത്തിൻ്റെ ഗതിവേഗം അതിതീവ്രമായതോടെ നിങ്ങൾ എത്ര ദീർഘകാലം ജീവിച്ചാലും ലോകത്തെ ശരിയാവണ്ണം മനസ്സിലാക്കുക എന്നത് അസാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ദീർഘകാലം ജീവിക്കുന്നതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാം എന്നത് അസാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ദീർഘജീവിതത്തിന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് തനിക്ക് നൽകിയ ഈ മംഗളപത്രത്തെ, ദീർഘകാല ജീവിത ആശംസയെ ആദ്യമേ തന്നെ നിരസിച്ചിട്ട് പിന്നെ കേസരി പറയുന്നത്, വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്നെപ്പോലുള്ള ഈ വൃദ്ധരെ പൂജിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടതാണ്. ഈ വൃദ്ധപൂജ അവസാനിപ്പിക്കണം. വാടാൻ പോകുന്ന ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഈ പ്രവൃത്തി. യുവാക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് കേസരി ഇതിൽ പറയുകയും അതുവഴി ഉണ്ടാകാവുന്ന, അന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ ആശയമാണ്, 40 വയസ്സാകുമ്പോഴേക്കും ശീലങ്ങൾ ഉറയ്ക്കുന്നത് കൊണ്ട് 40 വയസ്സിന് മുമ്പുള്ള യുവാക്കളെ പിന്തുണയ്ക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. 40 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ശീലങ്ങളുടെ തടവുകാരനായി തീരും. പിന്നെ നിങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ പ്രോത്സാഹനം നിരർത്ഥകമാണ് എന്ന് തന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരുടെയും മുമ്പിൽ ലേഖനം എഴുതി വായിക്കുകയാണ് കേസരി ആ സമ്മേളനത്തിൽ ചെയ്തത്. ഇങ്ങനെ അതിനുശേഷവും കേസരി വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോഴേക്കും കേസരിയുടെ ഒപ്പം വിദ്യാലയത്തിലും കോളേജിലും ഒക്കെ പഠിച്ച 2 പേര് കേരളത്തിലെ സമുന്നത നേതാക്കന്മാരാണ്. കേസരിയുടെ ഒപ്പം സ്കൂളിൽ പഠിച്ച ആളാണ് വട്ടം താണുപിള്ള, തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായി. പിന്നീട് PK നാരായണപിള്ള, പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി. അവർ 2 പേരും കേസരിയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയും കേസരിക്ക് ധനസഹായം അനുവദിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് താൻ സൗജന്യമായി ഒരു പണവും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അത് നിരസിച്ച് കേസരി തുടർന്നും പട്ടിണി കിടന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന് പണം സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കേരള ഗവൺമെൻറ് വന്നപ്പോൾ EMS-ഉം മുണ്ടശ്ശേരി മാഷും തമ്മിൽ ആലോചിച്ച് കേസരിയെ സഹായിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടാക്കുകയും കേസരിയുടെ ചരിത്ര ഗവേഷണങ്ങൾ സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത് അത് 5000 രൂപ ആ ചരിത്ര ഗവേഷണത്തിനുള്ള പ്രതിഫലമായി നൽകി അത് അക്കാദമി പ്രസിദ്ധീകരിക്കാം എന്ന ഒരു ഉടമ്പടിയിൽ
ഇത് ഏറ്റെടുക്കുകയുണ്ടായി. കേസരിയുടെ വീടിൻ്റെ തൊട്ട് വടക്കേ വശത്തുള്ള ഒരു പറമ്പിലാണ് അതിൻ്റെ സമ്മേളനം നടന്നത്. കെ പി കേശവമേനോനും മുണ്ടശ്ശേരി മാഷും കുറ്റിപ്പുഴയും വി.ടി. ഭട്ടതിരിപ്പാടും ഒക്കെ പങ്കെടുത്ത വലിയൊരു സമ്മേളനമായിരുന്നു. അവിടെ വെച്ച് കെ പി കേശവമേനോനാണ് അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് പണം നൽകുന്നത്. കേസരി അത് സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്തു. ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 1957 ഏറ്റെടുത്ത ആ കയ്യെഴുത്ത് പ്രതി 1984 അതിൻ്റെ ഒരു 1/3 ഭാഗം അക്കാഡമി പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് അപ്പോഴേക്കും 17 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും കേസരിയുടെ ചരിത്ര ഗവേഷണം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നിപ്പോൾ 2500ഓളം പുറങ്ങളിൽ പടർന്നു കിടക്കുന്നതാണ്. അതിൽ ചെറിയൊരു ഭാഗമായിരുന്നു. എന്തായാലും അങ്ങനെ ജീവിതകാലത്ത് കേസരിയുടെ 2 ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഒന്ന് KR ബ്രദേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രാചീന കേരള ചരിത്ര ഗവേഷണം, 2 മംഗളോദയം പ്രസിദ്ധീകരിച്ച സാഹിത്യ ഗവേഷണമാലയുടെ 1-ാം ഭാഗം. ബാക്കി അദ്ദേഹത്തിൻ്റെ മഹാഭൂരിപക്ഷം ചരിത്ര പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പുറത്തു വന്നിട്ടില്ല. കേസരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതിസന്ധികൾ, ഒന്ന് 1956 അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണമാണ്. AP പിള്ള ബോംബെയിൽ വെച്ച് മരണപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകളുടെ മരണം അദ്ദേഹത്തിന് വലിയ ആഘാതമായിരുന്നു. 2 മരണങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുലച്ചു. അനിയൻ്റെ മരണത്തോടെ കേസരി പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലായി, രോഗാതുരതയിലായി. തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് ഒരു NK കൈമൾ അദ്ദേഹം മലയയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. മലയയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. മലയിൽ നിന്ന് മടങ്ങി വന്നിട്ട് കേസരിയുടെ ഭാര്യ സഹോദരിയാണ് കൈമൾ വിവാഹം കഴിച്ചത്. കൈമളുടെ അടുത്തേക്ക് കേസരി അവസാന കാലത്ത് താമസം മാറ്റി. 1959 മാർച്ചിൽ കേസരി കോട്ടയത്തേക്ക് പോയി. അവിടെ 20 മാസവും 20 ദിവസവും അദ്ദേഹം അവിടെ ജീവിച്ചു. 1960 ഡിസംബർ 18 കേസരി അവിടെ വെച്ച് അന്തരിച്ചു. കോട്ടയത്തെ ജീവിതകാലത്ത് കേസരി DC കിഴക്കേമുറി, കാരൂർ നീലകണ്ഠപിള്ള, മുട്ടത്തുവർക്കി തുടങ്ങിയവരൊക്കെ ചേർന്ന ഒരു വലിയ സൗഹൃദ സദസ്സ് അവിടെയും രൂപപ്പെടുത്തിയിരുന്നു. അപ്പോഴേക്കും പക്ഷെ അദ്ദേഹം വളരെ രോഗാതുരനായിരുന്നു. മരണത്തിലേക്ക് പൊടുന്നതിനെ നയിച്ചത് 1960 നവംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് NK കൈമൾ മരണപ്പെട്ടു. കൈമളുടെ മരണത്തോടെ കേസരി വലിയ വിഷാദത്തിലേക്ക് പോവുകയും 1 മാസത്തിനപ്പുറം കേസരി മരണപ്പെടുകയുമാണ് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ കേസരിയുടെ ആകെ പത്രജീവിതത്തിലേക്ക് നോക്കിയാൽ ഏതാണ്ട് 9 മാസം 9 വർഷവും 2 മാസവുമാണ് കേസരിയുടെ പത്രജീവിതം നടന്നിട്ടുള്ളത്, പത്രാധിപ ജീവിതം നടന്നിട്ടുള്ളത് എന്ന് കാണാം. എന്താണ് പത്രത്തിലൂടെ കേസരി ചെയ്യാൻ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില പ്രധാന മുഖപ്രസംഗങ്ങളിലെ ആശയങ്ങളിലൂടെ കൂടി ഒന്ന് കടന്നു പോയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. മുഖ്യമായിട്ടും ആധുനികതയുടെ ഒരു സംസ്ഥാപനം, ആധുനികമായ ആശയാദർശങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ ധർമ്മങ്ങൾ, അതിനെ സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു കേസരി ചെയ്ത ഒരു കാര്യം. ഒപ്പം തന്നെ ഒരു ആധുനിക സമൂഹ രൂപീകരണത്തിൽ സാഹിത്യത്തിനും കലയ്ക്കുമുള്ള സവിശേഷമായ പങ്ക് തിരിച്ചറിഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപരും കേസരി തന്നെയായിരുന്നു. സാഹിത്യവും കലയും നേരം പോക്കാണെന്നല്ല അദ്ദേഹം കരുതിയത്. അത്ഭുതകരമായൊരു കാര്യമുണ്ട്. 1929 ഡിസംബർ മാസത്തിൽ തിരുവിതാംകൂർ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ സമ്മേളനത്തിൽ അധ്യക്ഷനായി പ്രസംഗിക്കുന്ന സമയത്ത് കേസരി പറയുന്നൊരു കാര്യം, ചെറുപ്പക്കാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവ് നേടുന്നത് പോലെ തന്നെ സാഹിത്യ കലാവിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരാകണം. ആധുനികമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യത്തിനും കലയ്ക്കുമുള്ള പ്രാധാന്യം കേസരി ആ കാലത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരാധുനിക സമൂഹത്തിലേക്കുള്ള വഴി അതിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഈ നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാകണം, രാജാക്കന്മാർക്ക് പ്രത്യേകമായ ധനസഹായം നൽകരുത്, പ്രിവി പേഴ്സ് നിർത്തലാക്കാനായിട്ട് പിന്നെ നമുക്ക് 1970 വന്നു. കേസരി ഇത് 20കളിൽ പറഞ്ഞു തുടങ്ങി. ഐക്യ കേരളം വേണം, ബാങ്കുകളുടെ ദേശസാൽക്കരണം വേണം, ലൈബ്രറികളൊക്കെ സർക്കാർ ധനസഹായം നൽകണം എന്ന് കേസരി അന്ന് മോപ്രസംഗം എഴുതുന്നുണ്ട്. മഹാഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, നാടുതോറും ചെറു ഗ്രന്ഥാലയങ്ങൾ വേണം. ആ ഗ്രന്ഥാലയങ്ങൾ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക സഹായം സർക്കാർ തലത്തിൽ നൽകണം എന്ന് കേസരി അന്ന് മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് വലിയ ക്ഷോഭോളവാക്കിയ ഒരു മുഖപ്രസംഗമാണ് പ്രസവത്തിന് ലൈസൻസ് വേണം എന്ന് അദ്ദേഹം. മാർഗരറ്റ് സിംഗർ എന്നു പേരായിട്ടുള്ള ഒരു
ഒരു പത്രപ്രവർത്തക അമേരിക്കൻ വീക്കിലിയിൽ എഴുതിയ മുഖപ്രസംഗത്തെ പിൻപറ്റിയാണ് കേസരി പറയുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ്. അതിന് കാര്യകാരണങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം തിരുവിതാംകൂറിലെ പ്രതിശീർഷ വരുമാനം, വാർഷിക വരുമാനം 51 റുപ്യാണ്, ജീവിത ചെലവ് 113 റുപ്യാണ്. അതുകൊണ്ട് ശരാശരി 7 കുട്ടികളാണ് ഒരു കുടുംബത്തിൽ. ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ കഴിയുന്നതല്ല. അതുകൊണ്ട് കുടുംബാസൂത്രണം വേണം, പ്രസവത്തിന് ലൈസൻസ് നൽകുന്ന കാര്യം പോലും ആലോചിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗർഭനിരോധനത്തിനുള്ള സംവിധാനങ്ങൾ സർക്കാർ നൽകണം. ഗർഭനിരോധന ഉപാധികൾ സർക്കാർ തന്നെ നൽകണം. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗർഭനിരോധനത്തിനുള്ള മാർഗങ്ങൾ പ്രചരിപ്പിക്കണം എന്നെല്ലാം അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇന്ന് നടുക്കം തോന്നാവുന്ന പല ആശയങ്ങളും അന്ന് കേരളത്തിൽ എന്താ പറയുക, ന്യൂക്ലിയർ ഫാമിലി വികസിച്ചു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു എസ് ജെ നായർ ഈ ബഹുഭാര്യാത്വം കുറ്റകരമാക്കുന്ന നിയമം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയത്തെക്കുറിച്ച് കേസരി ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന കാര്യം ബഹുഭാര്യാത്വം മാത്രമല്ല, ബഹുഭർത്തൃത്വവും ഒഴിവാക്കേണ്ടതാണ്. ബഹുഭർത്തൃത്വവും ഇതുപോലെ തന്നെ നടപ്പിലാക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം അല്പം ഒന്ന് പറയാം. കേസരി അന്നെടുത്ത നിലപാടുകളുടെ അന്ന് കേസരി പറയുന്ന ഒരു വാക്യമുണ്ട്, ജാരശങ്കയോ പരസ്ത്രീ ശങ്കയോ ഇന്ന് ഒരു ദുഃഖപര്യവസായിയായ നാടകത്തിൻ്റെ വിഷയമാകാൻ പോന്നതല്ല. പരമാവധി അതൊരു പ്രഹസനത്തിനെ കൊള്ളും എന്നാണ്. ഇങ്ങനെ ഉള്ള നിലപാടുകളൊക്കെ കേസരി അന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് കേസരി പറയുന്നു, ലിംഗബന്ധപരമായ ആവശ്യങ്ങളെ കരുതിയല്ല, അന്നന്നത്തെ സാമ്പത്തിക കാര്യങ്ങളെ മുൻനിർത്തിയാണ് വിവാഹമെന്ന ഏർപ്പാട് മനുഷ്യൻ ആദ്യം സ്ഥാപിച്ചതെന്നും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വിവാഹത്തിൻ്റെ സ്ഥാപനകാലത്തേതിൽ നിന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് വിവാഹം മനുഷ്യരുടെ ജാത്യാലുള്ള ബഹുദാമ്പത്യ മോഹത്തെ തൃപ്തിപ്പെടുത്താത്തതിനാൽ കുട്ടികളെ വളർത്തുന്നതിന് പ്രത്യേക പരിശീലനമില്ലാത്ത മാതാപിതാക്കൾ അവരെ വളർത്തുന്നത് ദോഷകരമായതിനാലും മറ്റും വിവാഹം, കുടുംബം എന്നീ പഴയ സ്ഥാപനങ്ങൾ ഇന്ന് പരിത്യജിക്കേണ്ടതാണ്. ഇത് 1935 കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഈ വാക്യം പറയാൻ പറ്റില്ല. ഇന്ന് കേരളത്തിൽ ഇതുപോലൊരു വാക്യം എഴുതാൻ ഒരു പത്രാധിപർക്കും ബലം ഉണ്ടാവില്ല. വിവാഹം, കുടുംബം എന്നീ സ്ഥാപനങ്ങൾ തീർന്നില്ല. ഇന്നത്തെ വിവാഹത്തിൽ പഴയ ആനന്ദ പ്രതീക്ഷയ്ക്ക് സ്ഥാനമില്ല. ജാരശങ്കയോ പരസ്ത്രീ ശങ്കയോ ഇന്നൊരു ദുഃഖപര്യവസായിയായ നാടകത്തിൻ്റെ വിഷയമായി തീരുന്നതല്ല. പരമാവധി ഒരു പ്രഹസനത്തിനെ അതിന്ന് വിഷയമാകുന്നുള്ളൂ. ഏകഭാര്യാ വിവാഹത്തോടുള്ള ഇന്നത്തെ പാശ്ചാത്യരുടെ അസംതൃപ്തിയുടെ ഫലമായി അവർ പരീക്ഷണ വിവാഹം, ട്രയൽ മാരേജ്, ഇഷ്ടവിവാഹം, കമ്പാനിയനേറ്റ് മാരേജ്, 3 കക്ഷികളുടെ വിവാഹം 3 പാർട്ടി മാരേജ്, 4 കക്ഷികളുടെ വിവാഹം 4 പാർട്ടി മാരേജ്, ക്ലിപ്തകാലത്തേക്കുള്ള വിവാഹം മാരേജ് ഫോർ എ പർട്ടിക്കുലർ ടൈം, യൗവന വിവാഹം മാരേജ് ഇൻ യൂത്ത്, അസംഖ്യം ജനങ്ങളുമായി യഥോഷ്ടം ബന്ധത്തിലേർപ്പെടാൻ സ്ത്രീകളെയും പുരുഷരെയും അനുവദിക്കുന്ന റുഡേ-ബുഷിൻ്റെ വിവാഹ പദ്ധതി എന്നിത്യാദിയുള്ള പുതിയ വിവാഹ രീതികൾ നിർമ്മിച്ച് അതിനുവേണ്ട പ്രചാരവേല ചെയ്യുന്നു. ഭാരതത്തെ സംബന്ധിച്ചും ഇത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഭാരതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പാശ്ചാത്യരായ ആളുകൾ പറയുന്നത് കേട്ട് ഭാരതീയർ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഏകഭാര്യാത്വമോ ഏകഭർത്തൃത്വമോ ഒരാദർശമായി ഭാരതത്തിൽ നിലനിന്നിട്ടില്ല. കൊളോണിയൽ ഘട്ടത്തിൽ ഇതുണ്ടായി വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഉപേക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നു. അവസാനിപ്പിക്കുന്നത്, ഏകദമ്പതി വിവാഹം വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, പക്ഷെ അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നത് ഇന്നത്തെ പരിഷ്കൃത മനസ്ഥിതിക്ക് യോജിച്ചതല്ല. ബഹുഭാര്യാ വിവാഹത്തെ മാത്രമല്ല, ബഹുഭർത്തൃവിവാഹത്തെയും ശിക്ഷാർഹമാക്കരുത്. പുരുഷനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കും അനുവദിക്കാതിരിക്കുന്നതിൻ്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
എന്നിങ്ങനെ ഈ കുടുംബം, ലൈംഗികത, ഇതിവിടെ മാത്രമൊന്നുമല്ല കേട്ടോ. മറ്റേ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിചാര വിപ്ലവത്തിൻ്റെ നിരൂപണത്തിൽ കേസരി എഴുതുന്ന ഭയങ്കര ഊക്കുള്ളൊരു വാക്യമുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്. പുരുഷന്മാരെ വിത്തുകാളയും വീട്ടുതമ്പ്രാക്കന്മാരുമാക്കി മാറ്റിക്കൊണ്ടും സ്ത്രീകളെ അടുക്കളച്ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് പുകഴ്പെറ്റ ഭാരതീയ സംസ്കാരം നിലനിന്നു പോരുന്നത്. ഇത് 1940-കളിലാണ്. ആലോചിച്ച് നോക്കിയാൽ 1940-കളിൽ കുടുംബം, ദാമ്പത്യം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരമൊരു നിലപാടെടുക്കാനായിട്ട് വാസ്തവത്തിൽ മറ്റാർക്കെങ്കിലും ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. 2-3 കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഇതുപോലെ തന്നെയാണ് അന്ന് കേസരി ജാതിക്കെതിരെ കൈക്കൊണ്ട നിലപാട്. അയ്യങ്കാളിയെ കാണാൻ രാജാവ് അനുവദിക്കാതിരുന്നതിനെതിരെ കേസരി ഒരു മുഖപ്രസംഗം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാൻ ചെന്ന ജോൺ ബേൺസ് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം കണ്ടു മടങ്ങിയതിന് ശേഷം പിന്നാലെ വന്ന ആളോട്, ദാ ഈ കസേരയിലിരിക്കൂ, ജോൺ ബേൺസ് ഇരുന്ന കസേരയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അയ്യങ്കാളിയെ കാണാൻ അനുവദിച്ചിരുന്നെങ്കിൽ അയ്യങ്കാളി ഇരുന്ന കസേരയാണ് എന്ന് രാജാവിന് അഭിമാനത്തോടെ പറയാമായിരുന്നു എന്ന് കേസരി അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. നിവർത്തന പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിനെതിരെ നിന്ന നായർ സമുദായത്തിനെതിരെ കേസരി ശക്തമായ നിലപാടെടുത്തു. ആ നിലപാടെടുക്കുകയും നായർ സമ്മേളനത്തെക്കുറിച്ച് 1935 നായർ സമ്മേളനത്തെക്കുറിച്ചൊരു മുഖപ്രസംഗം തന്നെ എഴുതുകയും ചെയ്തു. ആ മുഖപ്രസംഗമാണ് കേസരിയുടെ വരിസംഖ്യ കൂട്ടിപ്പോകുന്നതിന് മുഖ്യമായിട്ടും കാരണമായത്. തനി യാഥാസ്ഥിതി കേസരി അവിടെ പറയുന്നുണ്ട്, റിട്ടയർ ചെയ്ത പെൻഷൻ വാങ്ങുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സമുദായത്തിൻ്റെ നേതൃത്വം കൈയാളിയിരിക്കുന്നത്. തനി യാഥാസ്ഥിതികത്വമാണ്, ഉൽപ്പതിഷ്ണുക്കൾ സമുദായം പിടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ സമുദായ നേതൃത്വത്തെ നിശിതമായിട്ട് വിമർശിക്കുന്നു. അന്ന് കേസരി പറയുന്നുണ്ട്, 1924 സവർണജാഥ നടത്തിയ നായർ സമുദായം ഇപ്പോൾ വർഗീയ മനസ്ഥിതിയിലേക്ക് വഴിതിരിയുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും കാണാം. ഇത് 1935 അവിടെ നിന്ന് നമ്മുടെ സമുദായങ്ങൾ എവിടെ എത്തി എന്ന് ഇപ്പം ആലോചിച്ചാൽ മതി. ശബരിമല വരെ എത്തി. കേസരി അന്ന് എഴുതുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം, കേസരി മുഖപ്രസംഗങ്ങൾ വളരെ കൂടുതൽ എഴുതിയ ഒരു സന്ദർഭം ഈ സാഹിത്യ കാര്യങ്ങളാണ്. ഇപ്പോൾ പരിഷത്തിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ച് കേസരി എല്ലാ സമ്മേളനത്തിനും കേസരി മുഖപ്രസംഗം എഴുതും. നിലമ്പൂർ സമ്മേളനത്തെക്കുറിച്ച് 2 മുഖപ്രസംഗം എഴുതി. ഒരെണ്ണം കൊണ്ട് തീരാഞ്ഞിട്ട് ഒരു തവണയും കൂടി 2 ലക്കത്തിൽ തുടർച്ചയായി നിലമ്പൂർ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തെക്കുറിച്ച് അദ്ദേഹം മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതിൽ ഒരു സന്ദർഭത്തിൽ കേസരി സാഹിത്യപരമായ ഒരു ചർച്ച, SNDP യോഗത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, അസംതൃപ്തി ദിവ്യമായൊരു വികാരമാണ് എന്ന് പറഞ്ഞ് ഈഴവ സമുദായത്തിനിടയിൽ ഉയർന്നു വരുന്ന അസംതൃപ്തിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖപ്രസംഗമാണ്. അസംതൃപ്തിയാണ് സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് കാരണമാകുന്നത് എന്നെല്ലാം പറഞ്ഞ് അതിനെ പൊതുവെ ഉയർത്തിപ്പിടിക്കുകയും ഈഴവ സമുദായം കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മുൻനിരയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗത്തിൽ കേസരി കൗതുകമുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് പള്ളത്ത് രാമനെ മുൻനിർത്തിയിട്ടാണ്. പള്ളത്ത് രാമൻ അക്കാലത്ത് രാവണായനം എന്നു പേരായ രാമായണത്തിനെതിരെ രാവണായനം എഴുതാനായിട്ട് തുനിയുന്ന കാലമാണ്. രാവണായനം എഴുതേണ്ടതാണെന്നും അത് നല്ല കാര്യമാണ്, അത് ഹിന്ദുത്വത്തിൻ്റെ യുക്തിക്കെതിരെയുള്ളൊരു നല്ല കാര്യമാണ് എന്നെല്ലാം കേസരി മറ്റൊരു ലേഖനത്തിൽ അതിൽ സ്വീകരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഒരു ലേഖനത്തിൽ അദ്ദേഹം അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. പക്ഷേ ഈ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന വളരെ കൗതുകമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പക്ഷെ പള്ളത്ത് രാമൻ രാവണായനം എഴുതിയാലും അത് ഫലിക്കാൻ പ്രയാസമാണ്. കേസരി പകരം നിർദ്ദേശിക്കുന്നത്, കുമാരനാശാൻ രാമായണത്തിന് പകരം രാവണായനം എഴുതാൻ തുനിയില്ലെങ്കിലും രാവണായനം കൊണ്ട് സാധിക്കാൻ ശ്രമിക്കുന്ന കാര്യം ആ അനുഗ്രഹീത മഹാകവി രാമായണം എഴുതി തന്നെ സാധിക്കുമായിരുന്നു എന്നും മിസ്റ്റർ രാമൻ അറിയേണ്ടതായിരുന്നു. ഇന്നത്തെ അവർണർ കേരളീയ സാഹിത്യത്തിൽ ഉണ്ടാക്കേണ്ട വിപ്ലവം ആശാന്റെ പ്രസ്തുത പദ്ധതിയുടെ സ്വീകരണമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ രാമായണത്തെ തിരുത്താനായിട്ട് നിങ്ങൾ രാവണായനം എഴുതിയാൽ എന്താണ് സംഭവിക്കുക?
അത് രാമായണത്തിൻ്റെ വ്യവഹാര മണ്ഡലത്തിന് പുറത്ത് വേറൊരു സമാന്തര വ്യവഹാരമായിട്ട് നിൽക്കുന്നല്ലാതെ രാമായണത്തിനകത്തൊരു യുദ്ധമുഖം തുറക്കാനായിട്ട് അതിന് കഴിയില്ല. മറിച്ച് കുമാരനാശാൻ ചെയ്തത് രാവണായനം എഴുതുകയല്ല, രാമായണത്തിനുള്ളിൽ ഒരു യുദ്ധം നടത്തുകയാണ്. രാമായണ വ്യവഹാരത്തിനുള്ളിൽ കടന്നു കയറി ഒരു യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധം രാവണായനം കൊണ്ട് പള്ളത്തുരാമൻ ഉണ്ടാക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് ഉൾക്കൊള്ളതാണ്. ഈ വഴിയാണ് കേരളത്തിലെ അവർണ സമുദായം സ്വീകരിക്കേണ്ടത് എന്നാണ് കേസരി ആ മുഖപ്രസംഗത്തിൽ പറയുന്നത്. കേസരി ഈ പള്ളത്തുരാമൻ്റെ രാവണായനത്തിന് വേണ്ടി വാദിക്കുകയും അതിനു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്ത ആളാണ്. പക്ഷെ അതേസമയം തന്നെ ഈ കേവലമായൊരു താർക്കികത കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന ഒരു ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുപോലെ ഉൾക്കൊള്ളൊരു കാര്യമാണ് ഈ രാജാക്കന്മാർക്കെതിരെ കേസരി നടത്തുന്ന വിമർശനം. ഞാൻ ചില മാതൃകകൾ പറയുന്നു എന്നേ ഉള്ളൂ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനൊരു സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ള സത്യാഗ്രഹികളുടെ ആവശ്യം സാമൂതിരി നിരസിക്കുകയുണ്ടായി. സാമൂതിരിക്കെതിരെ കേസരി എഴുതിയ മുഖപ്രസംഗത്തിലൊരു ഭാഗമാണ്: ഇന്നത്തെ സാമൂതിരിയെപ്പോലെ ഹൃദയമെന്ന അവയവം ഇല്ലാത്തവരും തങ്ങളുടെ കുലത്തിനും സ്ഥാനത്തിനും മതത്തിനും തങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയ വിദ്യാലയങ്ങൾക്കും തങ്ങൾ ജനിച്ച നാടിനും ഭാരതഭൂമിക്ക് ആസകലവും മനുഷ്യവർഗത്തിനും കൂടി തീരാക്കളങ്കം ഉണ്ടാക്കി വയ്ക്കുന്നവരുമായ മുരട്ട് യാഥാസ്ഥിതികർ ഇന്ത്യയിലെ വായുവിനെ മലിനപ്പെടുത്തുന്നിടത്തോളം കാലം മഹാത്മജിയെപ്പോലെയും കേളപ്പനെ പോലെയുമുള്ള നേതാക്കന്മാർക്ക് പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്ന് സാമൂതിരിയെ സമീപിച്ച നിവേദക സംഘത്തോട് ആ മനുഷ്യൻ പറഞ്ഞ ലജ്ജാകരമായ മൃഗീയമായ മറുപടി വ്യക്തമാക്കിയിരിക്കുന്നു. നിന്ദ്യമായ ഭീരുത്വമാണ്, ഒരു ഭീരുവിൻ്റെ ഒഴികഴിവാണ് അതിൽ പൊന്തിച്ചു നിൽക്കുന്നത്. ക്ഷേത്രം തുറന്നു കൊടുക്കാനല്ല, ഒരു യോഗം വിളിച്ചു കൂട്ടാനാണ് നിവേദക സംഘം സാമൂതിരിയോട് ആവശ്യപ്പെട്ടത്. അതിനു പോലും ആ മനുഷ്യന് മനസ്സില്ലാതെ വന്നത് സ്ഥാനികളുടെയും ക്ഷേത്രാധികാരികളുടെയും നാശത്തിൻ്റെ അടയാളത്തെയാണ് കാണിക്കുന്നത്. ഒരു കേളപ്പൻ്റെ ചിതയിൽ നിന്ന് അനേകം കേളപ്പന്മാർ ഉണ്ടായി തന്നെ പോലെയുള്ള യാഥാസ്ഥിതിക ലോകത്തെ പാടെ ഭസ്മീകരിക്കുമെന്ന് കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ സാമൂതിരി അറിഞ്ഞില്ലെങ്കിൽ ആ സ്ഥിതിയിലെത്തിയിട്ടില്ലാത്ത യാഥാസ്ഥിതിക സവർണർ അദ്ദേഹത്തെ അത് അറിയിക്കേണ്ടതാണ്. അവരുടെ അഹിംസാത്മകമായ പ്രയത്നം കൊണ്ട് ഈ സാമൂതിരിയല്ല, ഈ മനുഷ്യനിലും കടന്ന യാഥാസ്ഥിതികരെയും തങ്ങളുടെ ചൊൽപ്പിടിയിൽ അവർ കൊണ്ടുവരും എന്നിങ്ങനെ സാമൂതിരിക്കെതിരെയൊക്കെ ആ കാലത്ത് ഒരാൾക്ക് പറയാൻ സാധാരണ നിലയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കേസരി മുഖപ്രസംഗം എഴുതുന്നത്. അതുപോലെ 1933 ഒക്ടോബർ 4 ഞാൻ നേരത്തെ പറഞ്ഞ നായർ സമ്മേളനം എന്ന ശീർഷകത്തിൽ കേസരി എഴുതിയ മുഖപ്രസംഗം, അത് പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യാഥാസ്ഥിതിക സംഘമായിട്ട് മാറി അത് അപമാനകരമായൊരു നിലയിലേക്ക് എത്തി എന്നെല്ലാം പറഞ്ഞിട്ട് കേസരി അവിടെ കൗതുകമുള്ളൊരു നിരീക്ഷണം കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ നിലക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കേസരി അവിടെ പറയുന്നത്, സകല വർഗക്കാരും നായന്മാരുടെ ശത്രുക്കളാണെന്നും അതിനാൽ ആസന്നമായ അവരുടെ ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് നായന്മാരെല്ലാം സ്വയരക്ഷയ്ക്ക് വേണ്ട മാർഗങ്ങൾ നേടണമെന്നും സമ്മേളനാധ്യക്ഷൻ പ്രക്ഷോഭകരമായ രീതിയിൽ പ്രസംഗിച്ചത് വാസ്തവസ്ഥിതിക്ക് യോജിക്കുന്നതല്ല. നായന്മാരിലും ക്രിസ്ത്യാനികളിലും ഈഴവരിലും മുസ്ലിങ്ങളിലുമുള്ള തൊഴിലാളികളും കൂലിവേലക്കാരും ചെറുകർഷകരും ഒരേപോലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സങ്കടങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് തമ്മിൽ ഒരു വൈരവും ഇല്ല. ഇത്തരം പ്രസംഗങ്ങൾ അടുത്ത കാലത്തെങ്ങും രാജ്യത്തിൽ മതമൈത്രി സ്ഥാപിക്കുന്നതിന് സാധ്യമല്ലാത്ത പരിതസ്ഥിതി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും അവസാനിക്കാത്ത കാലമാണ്. 1935 മുഖപ്രസംഗമാണ്. നമുക്ക് 2021 പള്ളിയിൽ ലവ് ജിഹാദും ഇതുപോലുള്ള സംഗതികളും ഒക്കെ എത്ര വേണമെങ്കിലും കേൾക്കാനായിട്ടും കഴിയും. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖപ്രസംഗം 1935 ഏപ്രിൽ 3 വധശിക്ഷയ്ക്കെതിരെ എഴുതിയതാണ്. ഇന്നും കേരളത്തിലോ ഇന്ത്യയിലോ വധശിക്ഷ തെറ്റാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നവർ എത്രയോ കുറവാണ്. 35 കേസരി അത് തിരുവാങ്കൂറിലെ സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടൊരു പ്രമേയം നിയമസഭയിൽ വന്നു. അതേക്കുറിച്ചാണ് കേസരി എഴുതുന്നത്. ഇപ്പോൾ കേസരി പറഞ്ഞത്, ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, ശിക്ഷയുടെ താല്പര്യം എന്താണ്? 3 തരത്തിലുള്ള താല്പര്യങ്ങൾ ശിക്ഷയിലുണ്ടാവാം. ഒന്നുകിൽ അത് പ്രതികാരമാകും,
അല്ലെങ്കിൽ അത് നഷ്ടപരിഹാരം, നിവാരകം ആയിരിക്കും, അല്ലെങ്കിൽ അത് പരിഷ്കരണമായിരിക്കും, ദോഷപരിഹാരമായിരിക്കും. പ്രാകൃത സമൂഹങ്ങളിലും പ്രാചീന സമുദായങ്ങളിലും ശിക്ഷയുടെ താല്പര്യം പ്രതികാരമാണ്. കട്ടവൻ്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക എന്നതൊക്കെ പ്രതികാരമാണ്. അതൊരു ആധുനിക സമൂഹത്തിന് യോജിച്ച കാര്യമേ അല്ല. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഒരു കുറ്റമുണ്ടാകുന്നത് കുറ്റം ചെയ്ത വ്യക്തിയിൽ നിന്ന് കുറ്റമുളവാക്കിയ നഷ്ടം പരിഹരിക്കുക, നിവാരകം ആയ ശിക്ഷ നൽകുക എന്ന നിലയിലുള്ള ശിക്ഷയിലുള്ള തകരാറായിട്ട് കേസരി പറയുന്നത് കുറ്റങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് സാമൂഹികവും സാമുദായികവുമായ സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ സാമൂഹികവും സാമുദായികവുമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരാൾ കുറ്റം ചെയ്താൽ അയാളിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് തൻ്റെ കുറ്റത്തിന് മറ്റാരെങ്കിലും പരിഹാരം നൽകണം എന്ന സമുദായത്തിൻ്റെ വാദമാണ്. ഇതാണ് കേസരിയുടെ പൊസിഷൻ. സമുദായ ജീർണത കൊണ്ട് ഒരാൾ കുറ്റവാളിയായിത്തീരുന്നു, അയാളെ നിന്ന് നഷ്ടം വാങ്ങുന്നത് വാസ്തവത്തിൽ ആ സമുദായം സ്വന്തം കുറ്റത്തെ മറച്ചു പിടിച്ച് മറ്റൊരാളിൽ നിന്ന് പരിഹാരം വാങ്ങുന്ന ഏർപ്പാടാണ്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് പറ്റുന്നതല്ല. മൂന്നാമത്തേത്, കുറ്റത്തിലേക്കുള്ള പ്രേരണകളിൽ നിന്ന് ഒഴിവാക്കുകയും കുറ്റവാസനയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന ദോഷപരിഹാരമാണ് ആധുനികമായ ശിക്ഷയുടെ അടിസ്ഥാനമാകേണ്ടത്. ആ ദോഷപരിഹാര തത്വം മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ വധശിക്ഷ ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല. കാരണം വധശിക്ഷ കുറ്റവാളിയുടെ ദോഷം പരിഹരിക്കുകയല്ല, കുറ്റവാളിയെ ഇല്ലാതാക്കുകയാണ്. വധശിക്ഷ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന ആധുനികമായൊരു കാഴ്ചപ്പാടിന് ഒരിക്കലും നിരക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമല്ല, ഒരാളെ കൊന്നുകളയുന്നതോടെ അയാളുടെ ദോഷപരിഹാരത്തിനുള്ള എല്ലാ സാധ്യതയും നിങ്ങൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറ്റപരിഹാരത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു കുറ്റകൃത്യമാണ് വധശിക്ഷ. ഇതാണ് കേസരിയുടെ വാദം. വധശിക്ഷ ഒരു ശിക്ഷയല്ല, വധശിക്ഷ ഒരു കുറ്റകൃത്യമാണ് എന്ന നിലയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് കേസരി ആ ലേഖനം എഴുതിയിട്ടുള്ളത്. എൻ്റെ വായനയിൽ വധശിക്ഷയ്ക്കെതിരെ ഇത്രയും വിശദാംശങ്ങളോടെ എഴുതപ്പെട്ട മറ്റൊരു ലേഖനം മലയാളത്തിൽ കാണുന്നില്ല. എന്തായാലും ഇങ്ങനെ പല വിഷയങ്ങൾ 1935 മെയ് 15 എഴുതിയ മുഖപ്രസംഗത്തിൽ കേസരി പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ സർവകലാശാല വിദ്യാഭ്യാസം മലയാളത്തിൽ നടത്തണം എന്നാണ്. 1935 ഇപ്പോഴും പ്രമേയം പാസ്സായിട്ടില്ല. കേസരി പറയുന്നു സർവകലാശാല വിദ്യാഭ്യാസം മലയാളത്തിൽ വേണം, തിരുവിതാംകൂറിൽ കേരള സർവകലാശാല സ്ഥാപിക്കണം. അതേ മുഖപ്രസംഗത്തിലാണ് ഈ പറയുന്ന തുഞ്ചൻ്റെ മുദ്രയും കാവി ഖദറും ധരിച്ച് കലാമണ്ഡലത്തിന് പിരിവിനിറങ്ങണം എന്നതിനെ കേസരി വിമർശിക്കുന്നത്. മൂന്നും ചെയ്തുകൂടാന്ന് പറയുന്നത്. കലാമണ്ഡലം സംരക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ തുഞ്ചൻ്റെ മുദ്ര പാടില്ല, കാവിയും പാടില്ല, ഖദറും പാടില്ല. ഇതെല്ലാം കലയുടെ തത്വത്തിനെതിരാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതുപോലെ തന്നെ കേസരിയുടെ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ എത്രയോ സാഹിത്യപരമായ കാര്യങ്ങളെക്കുറിച്ച് കേസരി മുഖപ്രസംഗം എഴുതി. ഒരുപക്ഷെ കേസരിയുടെ മുഖപ്രസംഗങ്ങളിലായിരിക്കും സാഹിത്യ പരിഷത്ത് സമ്മേളനങ്ങളും സാഹിത്യ കാര്യങ്ങളും ഇതുപോലെ കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സാഹിത്യ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സാഹിത്യ പരിഷത്ത് സമ്മേളനം, പരിഷത്തിന് അദ്ദേഹം എതിരായിരുന്നു. സാഹിത്യ പരിഷത്ത് ഒരു യാഥാസ്ഥിതിക പ്രസ്ഥാനമാണ്. അപ്പം തമ്പുരാനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു യാഥാസ്ഥിതിക പണ്ഡിതനായിട്ടാണ് അദ്ദേഹം അപ്പം തമ്പുരാനെ കണ്ടത്. പക്ഷെ സാഹിത്യ പരിഷത്ത് സമ്മേളനം കൊണ്ടൊരു ഗുണമുണ്ട് എന്ന് കേസരി പറയുന്നുണ്ട്. അത് മലയാളത്തെ മുൻനിർത്തുന്ന ഒരു കേരള ദേശീയ ബോധത്തെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മികവായിട്ട് അദ്ദേഹം പറയുന്നത്. നാടൻ പാട്ടാണ് ഒരു ജനതയുടെ കലാശക്തിയുടെ മാനദണ്ഡമായി കാണേണ്ടത്, അല്ലാതെ കെട്ടിച്ചമയ്ക്കുന്ന സാഹിത്യമല്ല എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതുപോലെ കേരളത്തെ സംബന്ധിച്ച് സംസ്കൃതവും മലയാളവും തമിഴും പാശ്ചാത്യ ഭാഷകളും ഉൾപ്പെടുന്ന ഒരു ഭാഷാസങ്കല്പമാണ് ആവശ്യം എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരിടത്ത് അദ്ദേഹം കലാമണ്ഡലത്തെ പൊതുസ്ഥാപനമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. വള്ളത്തോളിൻ്റെ ദുരധികാരം മാത്രമാണ് അവിടെ നടക്കുന്നത്, അത് അവസാനിപ്പിക്കേണ്ടതാണ്, കലാമണ്ഡലത്തെ പൊതുസ്ഥാപനമാക്കി മാറ്റണം എന്ന് അദ്ദേഹം മുഖപ്രസംഗം എഴുതുന്നുണ്ട്.
അതുപോലെ സ്ത്രീകൾ, നാടകത്തിൽ സ്ത്രീകൾ തന്നെ നടികളായിട്ട് വരണം, അല്ലാതെ സ്ത്രീകളുടെ വേഷം കെട്ടി പുരുഷന്മാരെ അഭിനയിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാം. അദ്ദേഹം ഈ മാതൃകാ രാമായണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഈ രാമനെ ഒരു മാതൃകാ പുരുഷനാണ് എന്ന് വള്ളത്തോൾ പരാമർശിച്ചതിനെ കുറിച്ച് കേസരി എഴുതുന്നത്, ഈ പിതൃഭക്തനും ഏകഭാര്യാവ്രതക്കാരനും തൻ്റെ പത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ രാജാവിൻ്റെ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിയവനും വൈദിക മതത്തിന് കീഴ്പ്പെട്ടവനുമായ രാമനെ ഇനി വരുന്ന കാലത്ത് യുവജനങ്ങൾ ഒരു നിലയ്ക്കും ആരാധിക്കാൻ നിലയില്ല. അടുത്ത വാക്യം, ബഹുഭർത്തൃത്വം അനുവദിക്കുന്നത് കൊണ്ട് യുധിഷ്ഠിരനെ അവർ മാതൃകയാക്കിയേക്കുമെങ്കിലും ആത്മബലമില്ലാത്ത ഒരാളായതുകൊണ്ട് ആ ആദരവിന് വലിയ വിലയൊന്നും കിട്ടാനും ഇടയില്ല. ഇങ്ങനെ യുധിഷ്ഠിരനെയും രാമനെയും ഒക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നതും വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ കവികളെക്കുറിച്ചുള്ള ചർച്ചയിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കവികൾ 3 തരമുണ്ട്, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ. ഒന്ന്, അവർ അർച്ചകരാണ്, പ്രീസ്റ്റ്സ്, പൂജിക്കുന്നവർ. 2, അവർ പ്രവാചകരാണ്, പ്രൊഫറ്റ്സാണ്. 3-മത്തേത് അവർ പ്രചാരകരാണ്, അല്ലെങ്കിൽ ഉപകാരികളാണ്, പർവേഴ്സാണ്. ഇതിൽ ഇന്നത്തെ കാലത്ത് 1930-കളെ മുൻനിർത്തി അദ്ദേഹം പറയുന്നു, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ആവശ്യമുള്ളത് ഈ അർച്ചകരോ അല്ലെങ്കിൽ പ്രവാചകരോ ആയ കലാകാരന്മാരല്ല, മറിച്ച് ഉപകാരികളായ ആളുകളാണ്. ഈ ഉപകാരത്തിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ വാസ്തവത്തിൽ മറ്റ് പാരമ്പര്യങ്ങൾക്ക് സാഹിത്യത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോവിയറ്റ് വിപ്ലവം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ബുഖാറിൻ ഈ മൈക്കോവ്സ്കിയുടെ കവിതകൾക്കെതിരെ ഉയർത്തിയ വിമർശനം കേസരി അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബുഖാറിൻ പറയുന്നത് അദ്ദേഹം ആവിഷ്കരിച്ച വിപ്ലവപരമായ ആശയങ്ങൾ ഇപ്പോൾ നമുക്ക് അത് കടന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നതുപോലെ പ്രചാരക കവിതയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് അവസാനിക്കുമെന്നും അടുത്ത ഘട്ടം ഉയർന്നു വരുമെന്നും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേസരിയുടെ പത്രജീവിതത്തിലേക്ക് ആകമാനം നോക്കിയാൽ 3-4 കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിച്ച് പറയാനായിട്ട് കഴിയും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനും സാമ്രാജ്യവാഴ്ചയ്ക്കുമെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ നിലപാടാണ് കേസരി കൈക്കൊണ്ടത്. ആ നിലയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന ഒരാശയത്തിന് വേണ്ടിയുള്ള ബഹുമുഖമായ ആശയാവലികളുടെ അവതരണം കേസരിയുടെ പത്രപ്രവർത്തനത്തിൽ കാണാം. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയെപ്പോലൊരു സമൂഹത്തിൽ സ്വാതന്ത്ര്യമെന്നത് സാക്ഷാത്കൃതമാകുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമല്ല, സാമൂഹിക സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് എന്ന നിശിതമായ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സാമൂഹിക സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജാതിക്കെതിരെയും വർണ്ണധർമ്മങ്ങൾക്കെതിരെയും മതാത്മകമായ സംസ്കാര സങ്കല്പങ്ങൾക്കെതിരെയും അദ്ദേഹം നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. 3-മത്, ഒരാധുനിക സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനുബന്ധ ലോകമല്ല കലയും സാഹിത്യവും സംസ്കാരവും എന്ന് മലയാളത്തിൽ വിളിച്ചു പറഞ്ഞ മിക്കവാറും ഒരേ ഒരു പത്രാധിപർ കേസരിയാണ്. കേസരിക്ക് മുമ്പോ കേസരിക്ക് ശേഷമോ കലയ്ക്കും സാഹിത്യത്തിനുമുള്ള ഈ നിർമ്മാണാത്മകമായ പദവിയെ ഉയർത്തിപ്പിടിക്കുകയും ഒരു സമൂഹത്തിൻ്റെ അവബോധ രൂപീകരണത്തിൻ്റെ കേന്ദ്രത്തിൽ കലയും സാഹിത്യവും ഒരു ശക്തിയായി, ഭൗതിക ശക്തിയായി തന്നെ പ്രവർത്തിക്കും എന്ന് കണ്ട് അതിനുവേണ്ടി വാദിക്കുകയും അതിനാകാവുന്നത്ര സ്വയം പരിശ്രമിക്കുകയും ചെയ്ത കേസരിയുടെ വിവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അക്കാലത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. 1970-കളിൽ മലയാളത്തിൽ പരിചയപ്പെട്ട കാഫ്കയെ 1942-ൽ കാഫ്കയുടെ കഥ കേസരി വിവർത്തനം ചെയ്തു. ലൂയി പിരാന്തലോവിനെ വിവർത്തനം ചെയ്തു, ഇബ്സനെ വിവർത്തനം ചെയ്തു, സ്റ്റെൻഡാലിനെയും ബെൽസാക്കിനെയും വിവർത്തനം ചെയ്തു, മോപ്പസാങ്ങിനെ വിവർത്തനം ചെയ്തു, 200ഓളം ചെറുകഥകൾ വിവർത്തനം ചെയ്തു, നാടകങ്ങൾ എല്ലാം ഇങ്ങനെ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിവർത്തനങ്ങളൊക്കെ റൊമേൻ റോളൻഡിനെ വിവർത്തനം ചെയ്തു. ഗാന്ധിജിയെ എതിർത്ത് മറുഭാഗത്ത് ലേഖനം എഴുതുന്ന സമയത്ത് തന്നെ റൊമേൻ റോളൻഡിൻ്റെ ഗാന്ധിജി ചരിത്രം എഴുതിയിട്ട് അത് കേസരിയിൽ പ്രസിദ്ധീകരിക്കുകയും പുസ്തകമാക്കുകയും ചെയ്തു. ഇങ്ങനെ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേസരിക്കൊരു സാഹിത്യ ദൗത്യ നിർവഹണം മാത്രമായിരുന്നില്ല,
വിവർത്തനങ്ങൾ തൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ സുപ്രധാനമായ ഘടകമായി കേസരി ഉറപ്പിച്ചത് പുതിയൊരു സാഹിത്യ ഭാവുകത്വത്തെ രൂപപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റില്ല. പവിത്രൻ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്യം, ഒരു ജനതയുടെ ആത്മനിഷ്ഠതയുടെ ചരിത്രമാണ് സാഹിത്യം എന്നാണ്. അതുകൊണ്ട് ഒരു ജനതയുടെ ആത്മനിഷ്ഠത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ആത്മനിഷ്ഠതയെ നവീകരിക്കാനുള്ള സുപ്രധാനമായ ഒരു സമരായുധമാണ് കലയും സംസ്കാരവും സാഹിത്യവും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കേസരി മൂന്നാമതായി ശ്രമിച്ചത്. നാലാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രജീവിതം പുതിയ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമായിരുന്നു. അക്കാലത്ത് ലഭ്യമായ എല്ലാ അറിവുകളെയും കേസരി തൻ്റെ പത്രത്തിലൂടെ മലയാളിക്ക് പകർന്നു കൊടുക്കുകയും ആധുനിക വിജ്ഞാനത്തിൻ്റെ ഒരു ലോകബോധം കേരളത്തിന് കൈവരാനുള്ള പരിശ്രമങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. ഇങ്ങനെ 9 വർഷം മാത്രമാണ് കേസരി പ്രവർത്തിച്ചതെങ്കിലും സംശയരഹിതമായും നമ്മുടെ പത്രജീവിതത്തിൻ്റെ ചരിത്രത്തിൽ അതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ലാത്ത അത്ര സമഗ്രമായ ജ്ഞാനോദയ ദർശനം കേസരിയുടെ പത്രജീവിതത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പത്രാധിപർ എന്ന നിലയ്ക്ക് കേസരി നിലകൊണ്ടത് പത്രാധിപരായിട്ടല്ല, മറിച്ച് മലയാളത്തിലെ ആദ്യത്തെ പ്രമുഖനായ രാഷ്ട്രീയ ചിന്തകനായിട്ടാണ്. ഇത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. രാഷ്ട്രീയ ചിന്ത, പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നൊരു വിഷയം ഒരുപക്ഷെ മലയാളി ആദ്യമായി മുഖാമുഖം കാണുന്നത് കേസരിയുടെ പത്രജീവിതത്തിലൂടെയാണ്. സ്വദേശാഭിമാനിയോ അതുവരെയുള്ള മറ്റു പത്രാധിപന്മാരോ പൊതുവിൽ വാർത്തയുടെ അവതരണത്തിലും അതിൻ്റെ വിധ്വംസകമായ വിശദീകരണത്തിലുമാണ് നിലനിന്നതെങ്കിൽ കേസരി അതിനപ്പുറത്തേക്ക് പോയി. അദ്ദേഹം പ്രബോധകന്റെ പ്രസ്താവനയിൽ പറയുന്ന കാര്യമുണ്ട്, വാർത്തയും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാർത്ത ഒരവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണമാണ്, ഒരവസ്ഥയെ അറിയിക്കലാണ്. സത്യമാകട്ടെ ഈ അവസ്ഥകളുടെ പിന്നിലുള്ള അടിസ്ഥാന കാര്യങ്ങളെ കണ്ടെത്തി ആ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതാണ് സത്യബോധം. സത്യബോധം ഉളവാക്കുക എന്നതാണ് പത്രപ്രവർത്തനത്തിൻ്റെ വിപുലമായ താല്പര്യം, വാർത്താവിതരണമല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിലെ സ്ത്രീകളെ കൊലപ്പെടുത്തരുത്, വധശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നൊരു പ്രമേയം നിയമസഭയിൽ ആരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതൊരു സന്ദർഭമായിട്ടെടുത്തിട്ട് വധശിക്ഷയെക്കുറിച്ച് ഇക്കാലം വരെ മലയാളത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും മൗലികമായ ഒരു മുഖപ്രസംഗം, ഒരു ലേഖനം കേസരി എഴുതുന്നു. അല്ലെങ്കിൽ ബഹുഭാര്യാത്വം ഒഴിവാക്കണം, അതിനുള്ള ബഹുഭാര്യാത്വത്തിന് ശിക്ഷ ഒഴിവാക്കണം എന്ന ഒരു പ്രമേയം നിയമസഭയിൽ വരുമ്പോൾ ആ നിയമസഭാ പ്രമേയത്തെ മുൻനിർത്തി കുടുംബത്തെയും വിവാഹ എന്ന സ്ഥാപനത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള അതിവിപുലമായ ഒരു ചർച്ചാമണ്ഡലം കേസരി തുറന്നു വയ്ക്കുന്നു. ഇത് നമ്മുടെ പത്രാധിപ ജീവിതത്തിൽ പൊതുവെ കാണാവുന്നതല്ല, ഉള്ളതിൻ്റെ വിവരണമല്ല. ഉള്ളതിൽ നിന്ന് തുടങ്ങി ആ വിഷയത്തെ മറ്റൊരു വിധാനത്തിലേക്ക് ഉയർത്താൻ പോകുന്ന മട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ വീക്ഷണത്തെ, ഒരു രാഷ്ട്രീയ ദർശനത്തെ തൻ്റെ പത്രപ്രവർത്തനത്തിലൂടെ കേസരി നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്നു. ഒപ്പം തന്നെ രാജവാഴ്ചക്കെതിരായ നിശിതമായ വിമർശനങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യൽ, ഗ്രന്ഥാലയങ്ങൾക്ക് ഗ്രാൻഡ് നൽകൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗർഭനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതൊക്കെ മറുഭാഗത്തും കേസരി അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പത്രാധിപരെന്ന നിലയ്ക്ക് കേസരി ചെയ്യുന്നൊരു കാര്യം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകൻ്റെ അവതരണം കൂടിയായിട്ടാണ്. ഈ രാഷ്ട്രീയ ചിന്ത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ആധുനികതയുടെയും ജ്ഞാനോദയത്തിൻ്റെയും മൂല്യങ്ങൾ മലയാളത്തിൽ ഉറപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമം എന്ന നിലയിൽ കൂടിയാണ് നടത്തിയത്. ആ നിലയിലും കേസരി മനസ്സിലാക്കപ്പെട്ടോ എന്ന് സംശയമാണ്. കാരണം ഇപ്പോൾ സോവിയറ്റ് റഷ്യയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്നൊരു കാര്യം, ഈ സ്ത്രീ പുരുഷ സമത്വം എന്നത് സോവിയറ്റ് റഷ്യയിൽ നടപ്പിലായിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മേലുള്ള ലൈംഗികമായ ഉടമാധികാരത്തെ ഇല്ലാതാക്കുക എന്നത് അവിടെ ഇല്ലാതാക്കിയിട്ടില്ല. അതുകൂടി ഇല്ലാതാകാതെ വാസ്തവത്തിൽ സ്ത്രീ പുരുഷ സമത്വം സാധ്യമല്ല.
അതുകൊണ്ട് ദാമ്പത്യത്തിനകത്ത് നിലനിൽക്കുന്ന ലൈംഗികമായ ഉടമാവകാശങ്ങളെ കൂടി ഇല്ലാതാക്കുക എന്നത് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതുകൂടി നിറവേറ്റുന്നുണ്ട്. അക്കാര്യത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ ബൂർഷ്വാ മൂല്യങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന് അന്ന് തന്നെ കേസരി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ കേസരിയുടെ കാഴ്ച ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനികത എന്ന് പറയുന്നതിന് കേസരി അതിൻ്റെ ഉള്ളിലെ സമസ്ത വൈരുദ്ധ്യങ്ങളിലും കാണാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ലൈംഗികതയെക്കുറിച്ചോ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് വരുന്ന ദേശീയതയ്ക്കെതിരെ, ദേശീയത എന്ന ആശയത്തെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് കേസരി. അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്, ഗാന്ധിജിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ ദേശീയത തെറ്റായ ഒരു ആശയമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തിനു പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ മൂർത്തമായ ഒരു ചരിത്ര സന്ദർഭം നൽകുന്ന സമ്മർദ്ദത്തോട് പ്രതികരിക്കലാണ്. എന്തിനു എതിർക്കുന്നു, വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരാശയം എന്ന നിലയ്ക്ക് ദേശീയത വിഭാജകമാണ്, അത് സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതല്ല എന്ന ബോധ്യത്തിലാണ്. ഇങ്ങനെ സ്വീകരിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധിജിയെ പ്രകീർത്തിക്കുകയും ഗാന്ധിയെ എതിർക്കുകയും ചെയ്ത് എഴുത്തച്ഛനെ ആദരിക്കുകയും എഴുത്തച്ഛൻ്റെ കവിതയുടെ മതബോധത്തെ വിമർശിക്കുകയും ചെയ്ത് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ സ്വയം നിലയുറപ്പിക്കുന്ന ഒരു പത്രാധിപരെ, ഒരു രാഷ്ട്രീയ ചിന്തകനെ നമുക്ക് കേസരിയുടെ പത്രാധിപ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. ഈ പത്രാധിപത്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൽ തെളിഞ്ഞു വരുന്ന ഈ വൈരുദ്ധ്യങ്ങളുടെ ലോകം കൂടുതൽ പ്രബലമായ മറ്റൊരു വിധാനത്തിലേക്ക് നീങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ കലാ ദർശനത്തിൽ നമ്മൾ കാണുന്നത്. പത്രാധിപ ജീവിതം അവസാനിപ്പിച്ച് ഏതാണ്ട് 35 മുതൽ കേസരി പത്രത്തിൽ അദ്ദേഹം ധാരാളം സാഹിത്യ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിനുശേഷമുള്ള കാലം അദ്ദേഹം വളരെ കൂടുതൽ സാഹിത്യകലാ വിചാരങ്ങളിലേക്ക് നീങ്ങുകയും ഒരുപക്ഷെ മലയാളിയുടെ സാഹിത്യാസ്വാദനത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലാത്ത നിരവധിയായ അടിസ്ഥാന തത്വങ്ങൾ കലയെയും സാഹിത്യത്തെയും കുറിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. കേസരിയെ അപ്രിയനാക്കിയ സുപ്രധാനമായ ഘടകങ്ങളിലൊന്ന് സാഹിത്യത്തെക്കുറിച്ചുള്ള, കലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ്. അത് തൻ്റെ കാലത്തിൻ്റെ യുക്തികളിൽ നിന്ന് ആ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് കേസരിയെ കൂടുതൽ പിടിച്ചെടുപ്പിച്ചു. ആ നിലയിൽ അകമ്പനൊക്കെ പറയുന്ന സമകാലികതയിലെ ഇരുട്ടിലേക്കുള്ള കേസരിയുടെ യാത്ര പത്രപ്രവർത്തനത്തിൽ നിന്ന് അല്ല, ഒരുപക്ഷെ സാഹിത്യകലാ വിമർശനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറയാം.